എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കണ്ട എന്ന് പറയുകയും അതുമാതിരിയുള്ള പോസ്റ്റുകൾ ഇടുകയും അതിനോട് അനുബന്ധിക്കുന്ന വാർത്തകൾ കൊടുക്കുകയും ചെയ്ത വാർത്താ ചാനലുകൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയൊക്കെ കേസെടുത്തത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ തന്നെ അറിയുവാനിടയായിത്തീർന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കേസ് എടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് അനിവാര്യമായൊരു കാര്യമാണ്. അതിനകത്ത് ഒരു മെയിൻ കാരണം, നമ്മൾക്കറിയാം, നമ്മൾ ഇന്ന് എന്താ പറയുക, ഈ ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മേഖലകളിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡ്രസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, വീടുകൾ, അതും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്, അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവിടെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് റോഡുകൾ വേണം, പാലങ്ങൾ വേണം, എന്താ പറയുക, യാത്രാ സംവിധാനങ്ങൾ വേണം. അങ്ങനെയുള്ള സകല പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ഓരോ വ്യക്തികൾ ഏറ്റെടുത്ത് ചെയ്യത്തില്ല. നമ്മൾക്കറിയാം, ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഒരു റോഡൊക്കെ നിർമ്മിക്കണമെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തികൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഗവൺമെൻറ്റാണ് അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്കൂളുകൾ വേണം, ഹോസ്പിറ്റലുകൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗവൺമെൻറ് തന്നെയാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഫണ്ട് വേണം. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്തായാലും സംഭാവന വേണം എന്നുള്ളത് നമ്മൾക്കൊക്കെ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു വിവരമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതിനെ ഒരിക്കലും എതിർക്കാനോ അല്ലെങ്കിൽ അതിന് എതിര് പറയുവാനോ നമ്മൾക്ക് പറ്റത്തില്ല. അത് നമ്മൾ കൊടുക്കണം. അത് വാസ്തവമായ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ ഇപ്പം അതിനെ ഭയക്കാനുള്ള ഒരു കാരണം, നമ്മൾക്കറിയാം, പ്രളയ ഫണ്ട് പല വിധത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുവാനിടയായിത്തീർന്നു. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും അത് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയ ക്യാഷുകളല്ല, അല്ലാതെ തന്നെ ഈ സംഘടനകളും പാർട്ടിക്കാരും ഒക്കെ പിടിച്ചെടുത്ത പൈസകളാണെന്ന് തോന്നുന്നു അധികവും ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടത്. കാരണം സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുന്ന ആ ഫണ്ടിനൊക്കെ എപ്പോഴും ഒരു കണക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്, അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾക്ക് വിവരാകാശം മുഖേന നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് ഒത്തിരി അങ്ങ് ദുരുപയോഗം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ നിയമത്തിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും ഒക്കെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംഭവം ആൾക്കാരുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണ വരുത്തുന്നതിന് പകരം ഗവൺമെൻറ് അതിനകത്തൊരു ഒരു ഒരു എന്താ പറയുക, ഒരു യാഥാർത്ഥ്യ കണക്ക് പുറത്തു വിടേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു കൊണ്ടേയിരിക്കും. അത് മറ്റൊരു സത്യമാണ് ഇതിനകത്തെ. അപ്പോൾ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, മുഴുവനും ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം കൊടുക്കണം എന്നുള്ളതിനോടും ഞാൻ യോജിക്കുന്നില്ല. അവർക്കും കൊടുക്കണം, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കേണ്ട അത്രയും നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കണം. അല്ലാതെ കൊച്ചു കൊച്ചു എമൗണ്ടുകളൊക്കെ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എത്തിക്കാം. എന്നാൽ ഇപ്പം നമ്മൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ അതിനാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ അതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള മെയിൻ കാരണവും അതുതന്നെയാണ്. കാരണം നമ്മളിപ്പോൾ തോന്നുന്നതും മേടിച്ചു കൊടുത്തിട്ട് അവർക്കിപ്പോൾ കുറേ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ കുറേ ഭക്ഷണങ്ങളോ അല്ല വേണ്ടത്. അത് വേണം, അത് രണ്ടും ആവശ്യത്തിന് വേണം, അതവിടെ കറക്റ്റായിട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വ്യക്തികൾ കുറേ ഇങ്ങനെ ചുമ്മാ ചെയ്യാൻ നിന്നാലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അവിടെ എത്തും. കാരണം ഇപ്പോൾ അവർക്ക് നമ്മൾക്ക് കരുതലോടെ തന്നെ മുന്നോട്ട് പോകണം. കാരണം നാളെ അവർക്ക് ഫ്യൂച്ചറുണ്ട്. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്, കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട്, മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ ഫ്യൂച്ചറിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം എന്താ പറയുക, മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ഗവൺമെൻറ്റിനോട് ചേർന്ന് തന്നെ നിൽക്കണം. അതുകൂടാതെ വ്യക്തികൾ ചെയ്യുന്നതിനെ കഴിഞ്ഞും വ്യക്തികൾക്ക് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവർ ഈ ദുരന്തത്തിൽ നിന്ന് മോചിതരായി പുറത്ത് വന്നു കഴിയുമ്പോൾ ഇവരൊരു നേരിടുന്ന ഒരു റിയൽ ലൈഫുണ്ട്. ആ ലൈഫിൽ അവർക്ക് സഹായങ്ങൾ വേണം. അന്നേരമാണ് ഈ വ്യക്തിഗത സഹായങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്നത്. അല്ല എങ്കിൽ സംഘടനകളിലൂടെ, ഒത്തിരി സംഘടനകൾ ഇപ്പം അവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ചർച്ചുകളിൽ കൂടെ, പള്ളികളിൽ കൂടെ, മതസംഘടനകളിൽ കൂടെ. അതായത് ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ പറഞ്ഞ് അവരുടെ മുഴുവൻ അന്നത്തെ എന്താ പറയുക കാണിക്ക മുഴുവൻ ഇവരുടെ ദുരിതാശ്വാസ ഇതിനകത്തോട്ട് വേണ്ടി കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ നല്ല രീതിയിൽ എത്തുന്നുണ്ട്. അപ്പം ഈ കൂട്ടമായിട്ടുള്ള ഒരു തുക കിട്ടിക്കഴിയുമ്പോൾ അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പം ഒരാൾക്ക് തന്നെ, ഇപ്പം നമ്മൾ വ്യക്തികൾ തന്നെ ചെയ്യാൻ പോകുമ്പം ചിലപ്പോൾ അത് ഒരാൾക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ കിട്ടിയ ആൾക്ക് തന്നെയായിരിക്കും തന്നെ മുന്നേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കിട്ടരുതെന്നോ കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ അവർക്ക് കിട്ടരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഒരു എന്താ പറയുക, നമ്മളൊരു ഓർഡറോടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു ഓർഡറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് അവർക്ക് ഉപകാരം ചെയ്യുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ശരിക്കും നമ്മൾ ഈ സർക്കാരിനോട് ചേർന്ന് നിൽക്കുക തന്നെ
തന്നെ ചെയ്യുക. പിന്നെ രണ്ടാമത് ഇതുപോലെയുള്ള സംഘടനകളിലൂടെ കൊടുക്കുന്നതിനും കുഴപ്പമില്ല. ചർച്ചകളിലൂടെയും അമ്പലങ്ങളിലൂടെയും മസ്ജിദുകളിലൂടെയും ഒക്കെയുള്ള സംഭാവനകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ചേർന്ന് ഒത്തിരി പേര് ചേർന്ന് കൊടുക്കുന്നതിനോടും ഞാൻ നല്ല യോജിപ്പാണ്. കാരണം അതും അവർക്ക് ഉപകാരപ്പെടും. അല്ലാതെ ഈ സമയത്ത് വ്യക്തിഗതമായി നമ്മൾ ഓരോരുത്തർ കൊടുക്കുന്ന സംഭാവനകളോ ഒന്നും അവർക്ക്, അതായത് നമ്മൾ നേരിട്ട് വ്യക്തികളിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലും അവർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യേണ്ടത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവർ റിയൽ ആയിട്ടുള്ള ഒരു ലൈഫിനെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തർക്ക് നമുക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവിടെയുള്ള ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ അടുത്ത് ചെന്ന് അവിടെയുള്ള പ്രസിഡന്റിനെയും അതുപോലെയുള്ള, അതായത് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അങ്ങനെ ഉള്ള ആൾക്കാരെയൊക്കെ കണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള സൗകര്യം ഇനിയും മുന്നിലുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സംഘടനകളിലൂടെ ഉള്ളതിനൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുക. പിന്നെ രണ്ടാമത് സർക്കാരിൻ്റെ പൊതു ഫണ്ടിലോട്ട് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക. അതിനെ നമ്മൾ തടയേണ്ട കാര്യമില്ല, അതിനെതിരെ നമ്മൾ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രീയം നോക്കി നിന്നാൽ അതുങ്ങൾക്കൊന്നും കിട്ടത്തില്ല. വയനാട് ജനതയ്ക്ക് അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒന്നും കിട്ടത്തില്ല. കാരണം അവർക്ക് ആ ഒരു പ്രദേശത്തെ ഇനി നമ്മൾ ഇതിനകത്തൂടെയൊക്കെ കണ്ടു അത് എങ്ങനെ താറുമാറായാണ് കിടക്കുന്നതെന്ന്. അതൊക്കെ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അതൊക്കെ അവർക്ക് ബിൽഡപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. പൊതുവായിട്ടുള്ള സാധനങ്ങളെല്ലാം വേണം അവർക്ക്. അതായത് റോഡുകളും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റോഡുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവർക്ക് വേണം. അപ്പോൾ അതിന് സർക്കാരിന് ഫണ്ട് വേണം. ആ ഫണ്ടിലോട്ട് നമ്മുടെ സംഭാവന ചെയ്യുക തന്നെ വേണം. ഒപ്പം സംഘടനകളിൽ കൂടെയും കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അല്ലാതെ ഇപ്പം ഈ സമയത്ത് വ്യക്തിഗതമായ, അതായത് വ്യക്തികളായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള സഹായങ്ങൾക്ക് ചെല്ലാതെ പോകാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അതവർക്ക് ഗുണം ഇപ്പോഴല്ല ചെയ്യുന്നത്, അതവർക്ക് പിന്നത്തേതിലെ ഗുണം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പിന്നീട് ഒരു സമയത്തേക്ക് അത് മാറ്റി വെക്കുന്നതാണ് നല്ലത്. എനിവേ ഇതിനെക്കുറിച്ചൊരു ഒത്തിരി ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എങ്ങനെ കൊടുക്കണം, തന്നെ കൊടുക്കണോ, സർക്കാരിന് കൊടുക്കണോ, സംഘടനയ്ക്ക് കൊടുക്കണോ എന്നൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂസ്ഡുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ ആൾക്കാരുടെ ഉള്ളിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക, അവരോടും സഹകരിക്കുക, സർക്കാരിനോടും സഹകരിക്കുക, എന്താ പറയുക, സംഘടനകളോടും സഹകരിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും നോക്കരുത്. കാരണം ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ മുൻപിലുള്ളത്. അവരെ എല്ലാവരും കൂടി സർക്കാരിനോട് ചേർന്നും ഒപ്പം സംഘടനകളോടൊക്കെ ചേർന്ന് അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെയും കൂടി അത്യാവശ്യമാണ്. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.